കോതമംഗലം സംഘർഷത്തിൽ പോലീസ് സ്റ്റേഷനിലെത്തി മൊഴി നൽകി ഡീൻ കുര്യാക്കോസ് എം പി. തന്നെ ശാരീരികമായി ഉപദ്രവിച്ചതായും പോലീസ് സമരക്കാരെ അടിച്ചമർത്താൻ ശ്രമിച്ചതായും ഡീൻ പറയുന്നു. കാട്ടാന ആക്രമണത്തിൽ മരിച്ച സ്ത്രീയുടെ മൃതദേഹവുമായി പ്രതിഷേധിച്ചതിലാണ് ഡീൻ ഉൾപ്പെടെയുള്ളവർക്കെതിരെ കേസെടുത്തത്. എം പി എന്നുള്ള നിലയിൽ ആ സമരത്തിന് മുൻപന്തിയിൽ ഞാൻ ഉണ്ടായിരുന്നു എന്നുള്ളത് വൈരാഗ്യ ബുദ്ധിയോട് കൂടി കണ്ട പോലീസ് ഫിസിക്കലി എന്നെ ഹാൻഡിൽ ചെയ്യുന്ന ഒരു രീതിയായിരുന്നു ഉണ്ടായത്. അത് കണ്ടിട്ടുള്ള മാധ്യമ പ്രവർത്തകർക്ക് ഉൾപ്പെടെ അറിയാവുന്നതാണ്. ആ സംഭവ സ്ഥലത്തു നിന്നും 3-4 പോലീസുകാർ എന്നെ പിടിച്ചെറിയുന്ന ഒരു സ്ഥിതി വരെ ഉണ്ടായി. അപ്പം ഏതായാലും ഇത് സംബന്ധിച്ച് എത്രത്തോളം പീഡനം പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായാലും അവിടെയൊന്നും മുട്ടുമടക്കുന്ന പ്രശ്നമില്ല. കാരണം ജനങ്ങളുടെ ഒരു വിഷയമാണിത്. ജനങ്ങളുടെ ജീവനും സ്വത്തും സംരക്ഷിക്കേണ്ടതായിട്ടുള്ള ആ ബാധ്യതയിൽ നിന്നും ഒഴിഞ്ഞു മാറി ആരെങ്കിലും സർക്കാരിനെതിരെ സമരം ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ അടിച്ചമർത്തുന്ന ഒരു രീതിയാണ് പോലീസ് സ്വീകരിച്ചു വരുന്നത്. അർജുൻ മട്ടന്നൂർ നൽകും വിവരങ്ങൾ. അർജുൻ, അന്ന് വലിയ രീതിയിലുള്ള ഒരു സംഘർഷമാണ് കോതമംഗലത്ത് ഉണ്ടായതെന്ന് നമുക്കറിയാം. ഇപ്പോൾ എം പി നേരിട്ടെത്തി പോലീസ് സ്റ്റേഷനിലെത്തി മൊഴി നൽകിയിരിക്കുന്നു. എന്തൊക്കെ കാര്യങ്ങളാണ് ഡീൻ കുര്യാക്കോസ് പറയുന്നത്? പോലീസിനെതിരെ ഗുരുതര ആരോപണങ്ങളാണല്ലോ അദ്ദേഹം ഉയർത്തുന്നത്. വിനീത, കാഞ്ഞിരവേലിയിൽ കാട്ടാന ആക്രമണത്തിൽ വീട്ടമ്മ മരിച്ച സംഭവത്തിൽ അന്ന് കോൺഗ്രസിന്റെ പ്രതിഷേധമുണ്ടായിരുന്നു. മൃതദേഹവും കൊണ്ട് റോട്ടിലെത്തിച്ച് പ്രതിഷേധം നടത്തിയിരുന്നു. അതിന് പിന്നാലെ ഉണ്ടായ സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ 4 കേസുകളാണ് കോൺഗ്രസ് നേതാക്കൾക്കെതിരെ എടുത്തിരിക്കുന്നത്. അതിൽ നേരത്തെ തന്നെ എറണാകുളം DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ്, അതുപോലെ മൂവാറ്റുപുഴ MLA മാത്യു കൊൽനാടൻ എന്നിവർ പോലീസിന്റെ മുമ്പിൽ ചോദ്യം ചെയ്യലിന് വേണ്ടി ഹാജരായിരുന്നു. അതിന് പിന്നാലെയാണ് ഇടുക്കി MP യും നിലവിൽ ഇടുക്കിയിലെ UDF സ്ഥാനാർത്ഥിയുമായ ഡീൻ കുര്യാക്കോസും ചോദ്യം ചെയ്യലിന് ഹാജരായിരിക്കുന്നത്. ഇന്ന് രാവിലെ 11:30യോടെയാണ് അദ്ദേഹം കോതമംഗലം പോലീസ് സ്റ്റേഷനിൽ എത്തിയത്. ഈ സംഭവം 2 കേസുകളാണ് അദ്ദേഹത്തിനെതിരെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഈ കേസുകളുടെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തിന് നോട്ടീസ് നൽകിയത്. അദ്ദേഹം പറയുന്നത് പോലീസ് ഈ സമരക്കാരെ അടിച്ചമർത്താനാണ് ശ്രമിച്ചത്. ജനകീയ സമരത്തിന് നേതൃത്വം നൽകിയ തന്നെ ശാരീരികമായി ഉപദ്രവിച്ചുവെന്നും ഡീൻ കുര്യാക്കോസ് ആരോപിക്കുന്നുണ്ട്. വിനീത, ശരി. അർജുൻ മട്ടന്നൂരാണ് വിവരങ്ങൾ നൽകിയത്.